ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിൽ 2025 വർഷത്തിലെ അധ്യാപക പരിശീലനത്തിൽ പങ്കെടുത്ത വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. ഞാൻ മലപ്പുറം ജില്ലയിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ വർഷം എൻ്റെ സ്വന്തം ജില്ലയിൽ തന്നെ പരിശീലനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചു. ഒന്നാമത്തെ ദിവസത്തെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. സാധാരണ ഞാൻ റിസോഴ്സ് പേഴ്സണായിട്ടാണ് പരിശീലനത്തിൽ പങ്കെടുക്കാറ്. RP ആയി 26 വർഷം സേവനം ചെയ്തു. ഇന്നത്തെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. പാലക്കാട് ജില്ലയിലെ കോട്ടപ്പാടം KAHS ഹൈസ്കൂളിലാണ്, ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പരിശീലനം. മനോഹരമായ വലിയ ഒരു സ്കൂൾ, ധാരാളം വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. വലിയൊരു ഗ്രൗണ്ടാണ്. പിറകിൽ തന്നെ നല്ല ഒരു പച്ചപ്പാണ് കാണാൻ കഴിഞ്ഞത്. ഞങ്ങൾ 9:30 തന്നെ സ്കൂൾ മുറ്റത്ത് എത്തി. പണികൾ നടക്കുന്നുണ്ട്. നല്ലൊരു ക്ലാസ് മുറിയാണ് കിട്ടിയത്. ടീച്ചേഴ്സൊക്കെ വന്ന് പരിശീലനം തുടങ്ങും മുമ്പുള്ള തയ്യാറെടുപ്പിലാണ്. രണ്ടാമത്തെ സ്പെല്ലാണ് ഇത്. അതുകൊണ്ട് തന്നെ ആളുകൾ കുറവായിരുന്നു. എങ്കിലും നല്ല ആക്റ്റീവായ ടീച്ചേഴ്സ്. ഗ്രൂപ്പ് തിരിഞ്ഞ് പരിചയപ്പെടുകയാണ് ആദ്യം ഉണ്ടായത്. ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ പേര് തുടരും എന്നായിരുന്നു. ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളെ പരിചയപ്പെടുത്തി. തുടർന്ന് ഗ്രൂപ്പിന് ഓരോ ക്യാപ്റ്റനെ തിരഞ്ഞെടുത്ത ശേഷം എല്ലാ ഗ്രൂപ്പിൻ്റെയും വിവരങ്ങൾ ഒട്ടിച്ചു വയ്ക്കുകയാണ് മാഷ്. പതഞ്ഞു പൊങ്ങിയ ചായ, നെല്ല് മോന്തിയപ്പോൾ പഞ്ചസാരയില്ല. ഇരുന്ന് കണ്ണു പൂർപ്പിച്ച് ഉയർപ്പു തുന്നി മുത്തശ്ശി പതുക്കെ വന്നു മുത്തശ്ശൻ. എനിക്ക് ചായയൊരുക്കില്ല, അവന് മുതിർന്നില്ല. എന്തിനാണ് കിണറിൽ ഇരുന്നു നേരം കളയുന്നു? മറുപടി ഒന്നും ചൊല്ലാതെ വെറുതെ ഇരുന്നു മുത്തശ്ശി. പെട്ടെന്നാണ് കയ്യിൽ നിന്നും സൂചി തെറിച്ചു കിണറ്റിൽ പോയി. എവിടെ സൂചി പോയല്ലോ, വെട്ടം കാണു കഴിഞ്ഞല്ലോ. ചുണ്ടി വെളുത്തൊരു മുത്തശ്ശൻ കണ്ണു തുറിച്ചിട്ടെത്തുകയാണ്. കണ്ണു തുറിച്ച സൂചിട്ടോ പിന്നു തൊടിച്ചു മുത്തശ്ശി. എന്തോന്നും നോക്കിയിട്ട് അരകടി നിന്നു മുത്തശ്ശൻ. ഇങ്ങനെ നിന്നാ സൂചിട്ടോ ഇല്ലെന്നോടി മുത്തശ്ശൻ. ഇല്ലെന്നോടിയ സൂചിട്ടോ തല്ലാനോങ്ങി മുത്തശ്ശൻ. തല്ലാനോങ്ങിയ സൂചിട്ടോ ദേഷ്യം കൊണ്ട് നിലത്തു ചവിട്ടി തുള്ളി നന്നായി മുത്തശ്ശൻ. തുള്ളി നടന്ന സൂചിട്ടോ നിലത്ത് ചവിട്ടിയ സൂചിട്ടോ ഒച്ചയെടുത്ത സൂചിട്ടോ നാക്കു കടിച്ച സൂചിട്ടോ തല കുമ്പിട്ട സൂചിട്ടോ ഒന്നും പറയാനാവാതെ ഒന്നും ചെയ്യാനാവാതെ അന്നം വിട്ടൊരു നിൽപ്പു തുടർന്നു ദേഷ്യമകന്നൊരു മുത്തശ്ശൻ. അധ്യാപക പരിശീലനത്തിന് വന്നിട്ടുള്ള അധ്യാപകരോട് AEO ഉദ്ദേശ്യമെല്ലാം വിശദീകരിച്ചു. വേണ്ട ഉപദേശങ്ങളൊക്കെ നൽകി. തുടർന്ന് 3ാം ക്ലാസ്സിലെ കുട്ടികളെ മികവിൻ്റെ പാതയിലേക്ക് നയിക്കാനുതകുന്ന പഠന പ്രവർത്തനങ്ങളാണ് ആസൂത്രണം ചെയ്തത്. പാട്ടും കളികളും കഥകളും വരികൾ കൂട്ടിച്ചേർക്കലും ഒക്കെയായി വളരെ രസകരമായി 1ാം ദിവസം കടന്നുപോയി. ഒമ്പതര മുതൽ 4:30 വരെയുള്ള ആദ്യ ദിവസ പരിശീലനത്തിൽ ബോറടി എന്തെന്നറിഞ്ഞതേയില്ല. മിടുക്കരായ അധ്യാപകർ. ക്ലാസ് നയിച്ചിരുന്നത് സുജിത്താണ്. നല്ല മിടുക്കനായ അധ്യാപകൻ. 4:30 തന്നെ ക്ലാസ് കഴിഞ്ഞു. അപ്പോഴത്തെ കാഴ്ചയാണിത്. സ്കൂളിൻ്റെ മുൻവശത്ത് പണി നടക്കുകയാണ്. വളരെ വലിയൊരു ഗ്രൗണ്ടാണ് ഉള്ളത്. രാവിലത്തെ അന്തരീക്ഷമല്ല, വൈകുന്നേരം. ഞാനങ്ങനെ തിരിച്ച് 4:30 തന്നെ കാറിൽ പുറപ്പെട്ടു. അരമണിക്കൂർ ദൂരമേ ഉള്ളൂ കോട്ടപ്പാടത്തു നിന്ന് എൻ്റെ വീട്ടിലേക്ക്. എൻ്റെ അയൽവാസിയും എൻ്റെ ഉറ്റ സുഹൃത്തുമായ രഞ്ജിനി ടീച്ചറുടെ കാറിലാണ് തിരിച്ചത്. നല്ല മനോഹരമായ കാഴ്ചകളാണ് വഴിയിൽ.
മുറിയക്കണ്ണി പാലത്തിലൂടെയാണ് വരവ്. പാലം ഇപ്പോൾ മഴ പെയ്ത് വെള്ളമൊക്കെ പൊന്തി തുടങ്ങി. പരിശീലനത്തിൻ്റെ 2ാം ദിവസത്തെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബും ചെയ്യണേ ചാനൽ.